ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് എന്തെന്ന് വെച്ചാൽ എങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. 1/2 കിലോ ചിക്കൻ നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ചേർക്കും. ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി എത്രയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി എത്രയാണ്, 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇനി വേണ്ടത് ഗരം മസാല നമുക്ക് 1 സ്പൂൺ, ഒരു ചെറിയ സ്പൂൺ ഒന്ന് കാണിക്കാമോ? വേണ്ട, കുഴപ്പമില്ല. സ്പൂണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഓക്കെ. ഇനി വരുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണെങ്കിൽ അതിനുള്ള അളവും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഇത്രയുമാണ്. ഇതിന് നമുക്ക് ഇനി മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ അടച്ചു വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായി നമുക്ക് അഡീഷണലായി വേണ്ടത് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം നമ്മൾ ഇങ്ങനെ വേണം അരിയാൻ. ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ സവാളയും ഇങ്ങനെ തന്നെ അരിയണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവാക്കി നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടു, ഇപ്പം കാണിക്കാം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ആദ്യത്തെ സെറ്റ് നമ്മൾ പൊരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇട്ടേക്കുകയാണ്. ഓക്കെ, ഹലോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടത് സവാളയും ക്യാപ്സിക്കവുമാണ്. അത് അരിഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത്, ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക്, ഈ 2 സാധനം നിങ്ങൾക്ക് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഒരു പച്ചമുളകും 3 അല്ലി എന്ന് പറയുമ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിർബന്ധമാണ്, ഇത് രണ്ടും നമുക്ക് നിർബന്ധമാണ്. ഇതെന്ന് പറയുന്നത് ടൊമാറ്റോ സോസ്, ഇതെന്ന് പറയുന്നത് സോയാ സോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത് വേറെ ആയിട്ട് വേണ്ടത് നമുക്ക് ഇനി 1 സ്പൂൺ പഞ്ചസാര വേണം. ഓക്കെ, ഹലോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോവുകയാണ്. ലാസ്റ്റത്തെ ട്രിപ്പാണ് നമ്മുടെ. ബാക്കി ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ലാസ്റ്റത്തെ എടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ പാചകം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയാണ്. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ഈ എണ്ണയിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നു. വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് അളവ്. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വരണ്ട് വരുമ്പോഴത്തേന് നമ്മൾ ഇതിട്ട് കൊടുക്കണം, ക്യാപ്സിക്കം. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. അപ്പം നമ്മൾ അടുത്ത ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്യാപ്സിക്കം അത് നമുക്ക് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നമ്മൾ ഇടണം. അത് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അത് ഞാൻ പറയാൻ മറന്നുപോയി. നേരത്തെ നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കും ഇരിക്കേണ്ടത്, ഇല്ലെങ്കിൽ പുക വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുകയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ നമുക്ക്. ഓക്കെ, അടുത്തതായി നമ്മൾ എടുക്കുന്നത് 1 ബൗള് ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിരിക്കുന്നു.
അടുത്തതായി നമ്മുടെ സോയ സോസ് ഒഴിക്കുന്നു. ഒരു സ്പൂണാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒഴിച്ച് കൊടുക്കും. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹാഫ് ഫ്രൈ ആയ ചിക്കൻ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ ഇളക്കണം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ഇളക്കുകയാണ്. ഓക്കെ, നല്ലപോലെ ഇളക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇടുകയാണ്. നമ്മൾ പഞ്ചസാര ഒരു സ്പൂൺ നമ്മൾ ഇടുകയാണ്. ഓക്കെ, ഒരു ചെറിയ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. 1.5 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിട്ടു. ഇനി അടുത്തത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി മിക്സ് ചെയ്യണം ലാസ്റ്റിലാണ്. കോൺഫ്ലവർ വേണോ? അപ്പോൾ കോൺഫ്ലവർ വേണമെന്നുള്ളവർക്കാണ് ഇടാണ്ടത്. ഇതെന്ന് പറഞ്ഞു. ഓക്കെ, ഉമ്മാക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇടാത്തത്. ഓക്കെ,